ഹലോ, അപ്പം നമ്മളെല്ലാവരും ഈ ഓടിപ്പോകുന്നത് ദുബായ് മാളിൽ ഒരു മൂവി കാണാനാണ്. ദുബായ് മാളിലുള്ള റീൽ സിനിമാസിലായിരുന്നു നമ്മൾ മൂവി ബുക്ക് ചെയ്തിട്ട്. പിന്നെ ദുബായ് മാളിൽ ഇങ്ങനൊരു സ്പോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നോട്ടീസ് ചെയ്യുന്നത്. ഇത് VR പാർക്കിന്റെ ഫ്രണ്ട് ഫെക്കേഡ്. ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് LED സ്ക്രീൻ. നമുക്ക് എൻ്റയർ ദുബായിനെ അതിൽ കാണാൻ പറ്റും. ഈ VR പാർക്കിന്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനൊരു റേറ്റും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇതിന്റെ ടെക്നിക്കൽ ഐഡിയ എനിക്ക് മനസ്സിലായില്ല, ബട്ട് സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ദുബായിൽ ഏത് മോളിൽ വിസിറ്റ് ചെയ്താലും മസ്റ്റായിട്ട് അടുത്ത ബാത്റൂമും വിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഇവിടുത്തെ എല്ലാ വാഷ്റൂമും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മിറർ കണ്ടാൽ മിറർ സെൽഫി എടുക്കണമല്ലോ. പിന്നെ കുറച്ചു നേരം മോളിൽ കൂടെ ഒക്കെ നടന്ന് സ്കേറ്റിംഗ് ഒക്കെ കണ്ട് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ടൈം അറൌണ്ട് 5:30 ആയിട്ടുണ്ടായിരുന്നു. ജോളിപ്പിന്ന് ഫ്രൈഡ് ചിക്കനും മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഐസ്ക്രീമും ആയിരുന്നു നമ്മുടെ പ്ലാൻ. ദുബായ് മാളിൽ വേറൊരു അട്രാക്ഷനാണ് ചെറുതും വലുതുമായിട്ടുള്ള ഇങ്ങനത്തെ അക്വേറിയംസ്. ഒരു 10 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. വീണ്ടും നമ്മൾ നടന്ന് തപ്പാൻ തുടങ്ങിയത് ബുർജ് ഖലീഫയിലോട്ടുള്ള എൻട്രൻസ് ആണ്. മാപ്പൊക്കെ നോക്കി കുറെ നടന്ന് ഫൈനലി നമ്മൾ എൻട്രൻസ് കണ്ടുപിടിച്ചു. ഓ മൈ ഗോഡ്, ബുർജ് ഖലീഫ നൈറ്റ് വ്യൂ അതൊരു സംഭവം തന്നെയാണ്. ദുബായ് മോളിൽ വന്ന് ബുർജ് ഖലീഫയുടെ നൈറ്റ് വ്യൂ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. നമ്മളെപ്പോലെ ഒരുപാട് പേര് അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നതെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ എക്സൈറ്റിംഗ് ആയിരിക്കില്ല. വളരെ ചുരുക്കം ദിവസങ്ങളാണ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് പോകാൻ. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ.